കോട്ടയം മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെ വൈകിട്ട് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിനിടെയാണ് സ്കൂൾ മൈതാനത്തിന് സമീപത്തെ കാട്ടിൽ നിന്ന് തലയോട്ടിയും അസ്ഥികൂട അവശിഷ്ടങ്ങളും കണ്ടെത്തിയത്. തുടർന്ന് കുട്ടികൾ വിവരം ഗാന്ധിനഗർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. രാവിലെ സ്ഥലത്തെത്തിയ ഗാന്ധിനഗർ പോലീസ് പ്രാഥമിക പരിശോധനകൾ നടത്തി. അസ്ഥികൂടത്തിന് സമീപത്തു നിന്ന് ഒരു ജോഡി ചെരുപ്പും അതുപോലെ തന്നെ കുടിച്ച ശേഷം ഉപയോഗിച്ച രീതിയിൽ വെള്ളക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഗാന്ധിനഗർ പോലീസ് സംഘം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് അസ്ഥികൂടങ്ങൾ മാറ്റിയിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് ശേഖരിച്ച അസ്ഥികൂടം ഫോറൻസിക് പരിശോധനയ്ക്കാണ് ആദ്യം അയക്കുക. ഇന്ന് തന്നെ പോലീസ് സംഘം ഫോറൻസിക്കിന്റെ പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് പ്രാഥമിക വിവരം കിട്ടിയിരിക്കുന്നത്. ഫോറൻസിക്കിന്റെ പരിശോധന ഫലം വരുന്നതിന് ശേഷം മാത്രമേ മൃതദേഹം പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാനാകുള്ളൂ. മരണകാരണമടക്കമുള്ളവ ഫോറൻസിക്കിന്റെ പരിശോധനാ ഫലത്തിലെ വ്യക്തമാകത്തുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. കാട് പിടിച്ച് കിടക്കുന്ന ഈ സ്ഥലത്ത് ഒരാൾ എങ്ങനെ എത്തി എന്നുള്ളതും പോലീസ് സംഘം അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി സമീപ പ്രദേശത്തെ മുഴുവൻ CCTV ക്യാമറ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്.